എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ ഗോവിന്ദും ഗീതുവും കൂടിയിട്ട് രാധികാമയെ ട്രാപ്പിലാക്കി കഴിഞ്ഞു. ഗോവിന്ദ് അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. ഈ തേക്ക് മുറിക്കാൻ വന്ന മനുഷ്യൻ വന്നിട്ട് ഈ രാധികാമയോട് പറയുകയാണ്, അതെ ഈ ഒരു തേക്ക് മാത്രം പോരാ, അപ്പുറം കുറച്ച് തേക്കൂടെ ഉണ്ട്, ആ തേക്കൂടെ എനിക്ക് തന്നാൽ മാത്രമേ കച്ചവടം ഉറക്കുകയുള്ളൂ എന്ന് കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. രാധികാമയാണെങ്കിൽ ഏത് തേക്ക്, എവിടത്തെ തേക്ക്, അയ്യോ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഈ മുതലാളി വന്നിട്ട് ചോദിച്ചു, നിങ്ങളല്ലേ പറഞ്ഞ തേക്ക് വയ്ക്കാന്ന്, നിങ്ങളല്ലേ പറഞ്ഞ ഇന്ന് തന്നെ പൈസ വേണമെന്ന്. അവസാനം ഗോവിന്ദിന് കാര്യം മനസ്സിലായി. ഗോവിന്ദന് മനസ്സിലായില്ലെങ്കിൽ കുറച്ച് ഗീതു പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പഴയതൊക്കെ വെട്ടിയാലല്ലേ പുതിയത് വെച്ച് പിടിപ്പിക്കാൻ പറ്റൂ രാധികാമേ, കച്ചവടം നടക്കോ ഇല്ലയോ അത് പറ എന്ന് മുതലാളി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ചേട്ടാ ഈ നിൽക്കുന്നതാണ് തേക്കിൻ്റെ യഥാർത്ഥ മുതലാളി, കച്ചവടം ഇങ്ങോട്ട് നടത്തിയാൽ മതി കേട്ടോ എന്ന് നമ്മുടെ ആജാസ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇതായിരുന്നു നിങ്ങളുടെ മനസ്സിലിരിപ്പല്ലേ, നിങ്ങളുടെ കള്ളത്തരം ഞാൻ കണ്ടുപിടിച്ചപ്പോൾ അച്ഛൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ സെൻറ്റിമെൻറ്റ്സ് അടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ നിങ്ങൾ എത്ര വർഷം അച്ഛൻ്റെ പേര് പറഞ്ഞ് എന്നെ കളിപ്പിച്ചിട്ടുണ്ട്. രാധികാമേ, ഒക്കെ വിറ്റ് തുലയ്ക്കാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ ഞാൻ പിന്നെ എന്തിനാണ് ഇതൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്? ഈ തറവാടോടെ വിറ്റിട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്തോ, എല്ലാം നിങ്ങൾ വിറ്റോ, എല്ലാ പ്രമാണം കൂടെ ഞാൻ എടുത്തു തരാം. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അച്ഛൻ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു 6 അടി മണ്ണും മാത്രം മതി, ഒന്നും വേണ്ട എന്നും പറഞ്ഞ് കുറച്ച് ദേഷ്യത്തോടു കൂടി ഗോവിന്ദ് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. എൻ്റെ ഭഗവാനെ, രാധികാമയ്ക്ക് തല കറങ്ങുന്ന ഒരു ഫീല്. അയ്യോ ഞാനിനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നും ചോദിച്ച് മുതലാളി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അജാസ് വന്നിട്ട് പറഞ്ഞു, എന്തായാലും യഥാർത്ഥ മുതലാളി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ, വിൽക്കാനുള്ള അനുവാദവും കൊടുത്തിട്ടുണ്ട്, എന്തായാലും രാധികാമ നിങ്ങളെ വിളിച്ചോളും, നിങ്ങളിപ്പോൾ പോ. അങ്ങനെ അയാളങ്ങ് പോയി. രാധികാമയാണ് ഗീതുവിനോട് പറഞ്ഞു, മോളെ നീ വണ്ടി ഒന്നെടുക്കുക, എൻ്റെ കൈയും കാലും വിറക്കുക, എനിക്ക് വയ്യ, ഞാൻ പിന്നെ ആ മോളെ എവിടെയൊന്നും ഇനി വേണ്ട, പുന്നാരമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. അപ്പോൾ അജാസിനോട് പറഞ്ഞു, അജാസ് നീയെങ്കിലും വണ്ടി എടുക്കുക, എനിക്ക് വയ്യ. അങ്ങനെ അജാസും വണ്ടി എടുത്തുകൊണ്ട്, രാധികാമയുടെ കൈയും കാലും വിറക്കുകയാണ്, അജാസ് വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. ഗീതുവിൻ്റെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് വിജയലക്ഷ്മി ഫോൺ ചെയ്യുന്നത്. വിജയലക്ഷ്മി വിളിച്ചിട്ട്, മോളെ എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ കണ്ടേ പറ്റുള്ളൂ, രഞ്ജുവിൻ്റെ വിവരം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതിലും വലിയ പ്രശ്നമാണ് അമ്മ ഇവിടെ എന്ന് ഗീതു. അതിലും വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി എന്തായാലും അമ്മ പ്രശ്നം ഫോണിലൂടെ പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജുവിൻ്റെ കാര്യം, അതേ രഞ്ജുവേ എന്നും പറഞ്ഞ് പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ രഞ്ജു വന്നു. പെട്ടെന്ന് തന്നെ ഗീതു ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുക. അപ്പോൾ എന്തോ പന്തികേടുണ്ടാകുമെന്ന് മനസ്സിലായി. എന്തായാലും പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞല്ലോ. എന്തായാലും ഇവള് പെട്ടെന്ന് ഗോവിന്ദൻ്റെ അരികിൽ എത്തണം, അതാണ് നമ്മുടെ ഗീതുവിൻ്റെ ആവശ്യം. ഗോവിന്ദ് നല്ല ദേഷ്യത്തിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ രഞ്ജു വന്നിട്ട് വിജയലക്ഷ്മിയോട് ചോദിച്ചു, എന്തിനാ ഇപ്പോൾ ഗീതുവിനെ വിളിച്ചേ, ഗീതുവിനെ വിളിക്കാൻ എന്താ എനിക്ക് നേരം കാലം വല്ലതും വേണം? അല്ല ഗീതുവിൻ്റെ രാധികാമയുടെയും വഴക്കൊക്കെ ഞാനും മിസ് ചെയ്യുന്നുണ്ട്, ഗീതുവിനെ കാണാനും തോന്നുന്നുണ്ട്. എന്തായാലും നമ്മുടെ വിജയലക്ഷ്മിയുടെ ചില കള്ളത്തരങ്ങളും അല്ലെങ്കിൽ ചില ആ ഒരു ഭാവങ്ങളൊക്കെ രഞ്ജുവിന് മനസ്സിലാവുന്നില്ല കേട്ടോ. വിജയലക്ഷ്മി എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നത് പോലെ രഞ്ജുവിന് തോന്നുന്നുണ്ട്. എന്തായാലും ഗീതു വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും പ്രിയയുണ്ട് ആ ഒരു ഹോളിൽ, രേഖയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വരുണുണ്ട്. രേഖ പറഞ്ഞു, ഗോവിന്ദേട്ടൻ നല്ല ദേഷ്യത്തിലാണ്, എന്താ ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല, റൂമിലേക്ക് പോയി, എന്താ പ്രശ്നം? വിഷയം എന്താണെന്ന് നിനക്കറിയാവോ? വിഷയം കൈവിട്ട് പോയ മട്ട, ഞാൻ കുറച്ച് കോമഡി ആയിട്ടായിരുന്നു എടുത്തത്. അപ്പോഴേക്കും രാധികാമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട്, എല്ലാ പ്രശ്നത്തിനും കാരണം നീയാ വരുണേ, കണ്ണൻ്റെ മുമ്പിൽ ചീത്തയായത് ഞാനാ എന്നും പറഞ്ഞിട്ട് എല്ലാം കൊണ്ട് ഈ വരുണിൻ്റെ തലയിലേക്ക് അങ്ങോട്ട് ചാരാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഗീതു ഇത് കേട്ട് അന്തം വിട്ടിങ്ങനെ നിൽക്കുക. എന്തായാലും നമ്മുടെ ഗോവിന്ദ് കുറേ പ്രമാണവും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് രാധികാമ്മയ്ക്ക് മുമ്പിലേക്ക് എറിഞ്ഞ് അങ്ങോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എന്താന്ന് വെച്ചാൽ ചെയ്യും, വിറ്റ് തോലയ്ക്ക് അങ്ങോട്ട്, ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചത് അച്ഛൻ്റെ ഓർമ്മയ്ക്ക് തന്നെയാണ്, ഒന്നും നശിപ്പിക്കാതെ സൂക്ഷിച്ചു വെച്ചത്, ഇതങ്ങോട്ട് വിറ്റ് തോലയ്ക്ക്, നിങ്ങൾക്ക് സമാധാനമാവട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ്. ഇതൊക്കെ കണ്ട അയ്യപ്പൻ നായർ കുഞ്ഞെ, എന്തായത് എന്തൊക്കെയാ പറയുന്നത്, ഇത്ര നാളും കാത്തു സൂക്ഷിച്ചത് വിൽക്കാൻ വേണ്ടിയിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. വിറ്റ് തൊലക്കട്ടെ ഇവർക്കതല്ലേ ആവശ്യം, മറ്റാരേക്കാളും ഇവർക്ക് വേണ്ടത് പണമാണ്. വിറ്റ് തൊലയ്ക്കാൻ പറഞ്ഞതൊക്കെ അങ്ങ് എറിഞ്ഞു കൊടുത്തപ്പം വരുണിൻ്റെ മുഖത്ത് സന്തോഷം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. മാതലാവ് മുതലാളിക്ക് നഷ്ടപ്പെട്ടതൊക്കെ കൊച്ചിങ്ങനെ തിരിച്ചു പിടിച്ചത് ഇങ്ങനെ വിറ്റ് തൊലയ്ക്കാൻ വേണ്ടിയിട്ടാണോ? ഇവർക്കേ വിത്ത് കുത്തി ഉണ്ണാനാ താല്പര്യം, കുടുംബത്തിൻ്റെ അടിത്തറ മാതി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും ഇവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ശരിക്കും ദേഷ്യപ്പെടുകയാണ്. രാധികാമ്മയ്ക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളാൻ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു തവണ പോലും എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അറിയാതെ പണം ഉണ്ടാക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനൊന്നും അറിയുന്നില്ലെന്നാ വിചാരം. അതിൻ്റെ കാരണം എന്താ? പണത്തിന് ഞാൻ അറിയാൻ പാടില്ലാത്ത എന്താവശ്യമാണ് രാധികാമ്മയ്ക്കുള്ളത്? രാധികാമ്മയ്ക്ക് മറുപടി ഇല്ല കേട്ടോ. രാധികാമ്മ കണ്ണും തള്ളി നിൽക്കുക. അമ്മ എന്ത് തെറ്റാ ചെയ്തത് എന്ന് വരുൺ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ഗീതു കാര്യങ്ങളൊക്കെ പറയാട്ടോ.
തേക്ക് മുറിച്ച് വിൽക്കാനായിട്ട് അമ്മ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോഴേക്കും രേഖ മനസ്സിലോർക്കുക ഇത് വരുണേട്ടൻ്റെ ഐഡിയ ആയിരുന്നല്ലോ. എന്തായാലും വരുണും മനസ്സിലോർക്കുകയാണ് എൻ്റെ തേക്ക് മുറിച്ച് വിൽക്കാനായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ എന്നെ പേടിപ്പിച്ചിട്ട് അമ്മ ഞാൻ അറിയാതെ പോയി വിൽക്കാൻ ശ്രമിച്ചു. ഇതല്ല ഇതിലപ്പുറം വരണം അമ്മയ്ക്കിട്ടുള്ള പണി ഞാൻ തരുന്നുണ്ട് എന്ന് വരുൺ മനസ്സിലിങ്ങനെ ഓർക്കുക. എൻ്റെ ഭാര്യ അടക്കം ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അത് വെറും മരങ്ങൾ മാത്രമാണ്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എൻ്റെ കാലം കഴിയും വരെ അങ്ങനെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ വീണ്ടെടുത്തത്. അതൊക്കെ എൻ്റെ പൈതൃകമാണ്, ഒന്നും നഷ്ടപ്പെടുത്താനല്ല, എന്നും ചേർത്ത് നിർത്താൻ കഴിയണമെന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊക്കെ ഗോവിന്ദ് സങ്കടത്തോടെ പറയുക കേട്ടോ, കരഞ്ഞുകൊണ്ട് തന്നെ. ഗോവിന്ദിൻ്റെ കണ്ണീര് കണ്ടിട്ട് ബാക്കി എല്ലാവരും സങ്കടത്തോടെ കരയുക കേട്ടോ. രാധികാമ്മയുടെയും കണ്ണ് നിറയുന്നുണ്ട്. എന്നെപ്പോലുള്ള പലരും ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ. അതൊക്കെ മറന്നും പുറത്തും ഇന്ന് നമ്മളെ സംരക്ഷിക്കുന്നത് കുഞ്ഞു മണ്ടനായതുകൊണ്ടല്ല എന്ന് അയ്യപ്പൻ നായർ പറയുക. ഇതൊക്കെ കണ്ടു നിന്ന പ്രിയയ്ക്ക് പോലും കരച്ചിൽ വരികയാണ്. മരിച്ച് നമ്മുടെയൊക്കെ തലയ്ക്ക് മേടി നിൽക്കുന്ന മാധവ മുതലാളിയെ ഓർത്ത് മാത്രം ഗീതുവിൻ്റെ കണ്ണും നിറഞ്ഞു പോവാണ്. ആ മനുഷ്യന് കുഞ്ഞു ചില ഉറപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അതാരും മുതലെടുക്കണ്ട, പൊറുക്കുകയില്ല, ആ ആത്മാവ് പോലും ഇതൊന്നും പൊറുക്കുകയില്ല എന്ന് അയ്യപ്പൻ നായർ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും വരുണും കയറി ഇടപെട്ടു. ആ തേക്ക് മരങ്ങളോട് ഇത്രയും വലിയ ചതി ചെയ്യാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി? ഗോവിന്ദേട്ടൻ്റെ ആ ഒരു ആത്മാവല്ലായിരുന്നു അത്. എൻ്റെ പൊന്നെ, എത്ര നാൾ അതിനകത്ത് മണ്ണപ്പം ചുട്ട് കളിച്ചതാ. ഗോവിന്ദേട്ടനല്ലേ അതിൻ്റെ ചില്ലകളൊക്കെ വെട്ടിക്കൊണ്ടിരുന്നത്? പ്രിയയുടെ കല്യാണം നടത്താമെന്നും ഇടയ്ക്കിടയ്ക്ക് ഗോവിന്ദേട്ടന് പറയുന്നതായിരുന്നില്ലേ അത് വെട്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ അങ്ങോട്ട് കയറി ഇടപെട്ടു കേട്ടോ. അപ്പോഴേക്കും നിനക്കെങ്കിലും അത് ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഓർക്കുന്നുണ്ട് ഗോവിന്ദേട്ടാ, എല്ലാം ഓർക്കുന്നുണ്ട്. പക്ഷേ രാധികാമ്മ എല്ലാം മറന്നു. പ്രിയയും അത് കേട്ടിട്ട് പൊട്ടിക്കരയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഗീതുവിനെ വിജയലക്ഷ്മി വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് കോൾ എടുക്കാൻ പറ്റത്തില്ലല്ലോ, ഇവിടെ ഇത്രയധികം സംഘർഷവും പ്രശ്നങ്ങളും നടക്കുകയാണല്ലോ. എന്തായാലും നമ്മുടെ പ്രിയ ഇരുന്ന് കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗീതു വന്ന് പ്രിയയെ സമാധാനിപ്പിക്കുക. മോളിങ്ങനെ കരയല്ലേ, നിങ്ങൾക്ക് ഇത്രയധികം സെൻറ്റിമെൻറ്റ്സ് ഉള്ളതായിരുന്നു എന്നൊന്നും എനിക്കും അറിയില്ല, ഞാനൊരു കോമഡി ആയിട്ടാണ് കണ്ടത്. ഇതേ സമയം നമ്മുടെ വിജയലക്ഷ്മി വന്നിട്ട് പുറത്തിങ്ങനെ വന്ന് നിൽക്കുക, അതായത് ഈ വീടിന് പുറത്തിങ്ങനെ വന്ന് നിൽക്കുക. എങ്ങനെയും ഗോവിന്ദനെ കണ്ട് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കണം. ഗോവിന്ദാണെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഗീതുവിനും ഇടും പറയാൻ പറ്റിയിട്ടില്ല. ഇനി ഗോവിന്ദും എല്ലാവരും ഉണ്ട്. ഈ പ്രശ്നം എങ്ങനെ ഗീതുവിനെ അറിയിക്കും, എങ്ങനെ ഗോവിന്ദനെ അറിയിക്കും എന്നൊക്കെ ഓർത്ത് വിജയലക്ഷ്മി ഇങ്ങനെ പുറത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അരക്കിലെ ചോര ഞരമ്പിൽ ഓടുന്നവർക്ക് ഇവിടുത്തെ ഓരോ വസ്തുവും വിലപ്പെട്ടതാണ് എന്ന് ഗോവിന്ദ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ചോര ഞരമ്പിൽ ഓടണമെന്നൊന്നുമില്ല, മനസ്സിലോടിയാലും മതി എന്ന് അയ്യപ്പൻ നായർ പറയുക കേട്ടോ. ഇവിടുത്തെ ഓരോ മണ്ടരിയും പ്രിയപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അച്ഛൻ ഏറ്റവും സ്നേഹിച്ച ഒരാൾ തന്നെ അച്ഛനെ മുറിച്ച് വിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയത് എന്ന് ഗോവിന്ദ്. രാധികാമ്മ കുറ്റക്കാരിയായിട്ട് തലയും കുനിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുക, ഒന്നും പറയാനില്ലാത്തൊരവസ്ഥ. തലയ്ക്ക് കൈയും കൊടുത്തിരിക്കുന്ന ഗോവിന്ദൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനൊന്നും പറയല്ലേ, ഈ അമ്മയ്ക്കൊരു തെറ്റ് പറ്റിപ്പോയി, നീ എന്നോടൊന്ന് ക്ഷമിക്ക്. അപ്പോഴേക്കും ഗീതു പറഞ്ഞു, കണ്ണേട്ടൻ്റെ സ്വന്തം ചോരയായിരുന്നെങ്കിൽ രാധികാമ്മ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? കണ്ണേട്ടൻ്റെ പെറ്റമ്മയായിരുന്നെങ്കിൽ രാധികാമ്മ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? പെട്ടെന്ന് നമ്മുടെ ഗീതുവിനോട് നേർക്ക് രാധികാമ്മ ചാടി കടിക്കാൻ തുടങ്ങുക. മാത്രമല്ല കണ്ണേട്ടൻ്റെ പ്രോപ്പർട്ടിയുടെ സ്ഥാനത്ത് വരുണേട്ടൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നെങ്കിൽ ഇങ്ങനെ കാണിക്കുമായിരുന്നോ? അപ്പോഴേക്കും വരുൺ മനസ്സിൽ പറയുക, കാണിച്ച വിവരം അറിയുന്നു. രാധികാമ്മ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. വരുണേട്ടൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നെങ്കിൽ അനുവാദം ചോദിക്കാതെ ഇങ്ങനെ മുറിച്ച് വിൽക്കുമായിരുന്നോ? കണ്ണൻ എൻ്റെ സ്വന്തം മകൻ തന്നെയാണ്, അവൻ്റെ മുമ്പിൽ താഴ്ന്നു എന്ന് കരുതി നീ വലിയ ആൾ കളിക്കാൻ നോക്കണ്ട, നീ വെറും ആയിട്ട് വന്നവളാ, അല്ലാണ്ട് നിനക്കിവിടെ അധികാരമൊന്നും ഇല്ല എന്ന് രാധികാമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അതെ ഞാൻ താലി കെട്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ, അധികാരം ആർക്കാണെന്നേ ഈ താലി പറയും, കണ്ണേട്ടൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിനോട് നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു, ഗുരുദോഷം വർത്തിവെക്കണ്ട, ഒന്നും മിണ്ടണ്ട, പോട്ടെ എന്ന് ഗോവിന്ദ് ഇങ്ങനെ പറയാം. ഇതെൻ്റെയും എൻ്റെ അച്ഛൻ്റെയും മാത്രം സെൻറ്റിമെൻറ്റ്സ് ആണ്, അത് വെറും സെൻറ്റിമെൻറ്റ്. ഈ അറക്കൽ തറവാട്ടിലെ എല്ലാവരും വെറും സെൻറ്റിമെൻ്റൽ ഇഡിയറ്റാണ് അനാർക്കലി പറഞ്ഞതുപോലെ. ആ സെൻറ്റിമെൻറ്റ്സ് ഉപയോഗിച്ച് തന്നെ അറക്കലെ എല്ലാം വെട്ടിപ്പിടിക്കാനായിട്ട് ചിലർ ശ്രമിച്ചതും എന്ന് നമ്മുടെ ഗീതു ഇങ്ങനെ പറയാം കേട്ടോ. രാധിക ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇതും കേട്ടുകൊണ്ട്. ഈ കുടുംബം എൻ്റേതും കൂടിയാണ്, അറക്കൽ മാധവൻ നായരെ എൻ്റെയും അച്ഛൻ തന്നെയാണ് എന്ന് ഗീതു പറഞ്ഞു. എൻ്റെ അമ്മായിയച്ഛനാണെങ്കിലും എൻ്റെ അച്ഛന് തുല്യം തന്നെയാണ്. അപ്പോൾ മറ്റൊന്നും ഇടാതെ വരുണൊക്കെ നിൽക്കേട്ടോ, ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും, കണ്ണേട്ടൻ എന്നെ തടയണ്ട, വേണ്ട ഇനി നീ സംസാരിക്കണ്ട എന്ന് ഗോവിന്ദ് പറഞ്ഞപ്പോഴേക്കും പ്രിയ പറഞ്ഞു, ഗിരി ചേച്ചി പറയട്ടെ, ഗിരി ചേച്ചിക്ക് പറയാൻ അധികാരമുണ്ട്, ഈ കുടുംബം ചേച്ചിയുടെ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ചേച്ചി എന്നെ ചേർത്ത് പിടിച്ചത്, ചേച്ചി പറയട്ടെ, ചേച്ചി സംസാരിക്കട്ടെ. അപ്പോഴേക്കും രാധിക ഇടപെട്ടു കേട്ടോ. പ്രിയയെ ഗീതു എന്നിൽ നിന്ന് അകറ്റി അവളെ ശുശ്രൂഷിക്കുകയാണെന്ന് പറഞ്ഞ് എനിക്ക് എതിരാക്കി. കുറേ നേരമായിട്ട് എൻ്റെ മക്കളെല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എല്ലാ മക്കളും എന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്നും പറഞ്ഞ് രാധിക അടുത്ത സെൻറ്റിമെൻറ്റ്സ് ഇറക്കാനുള്ള പരിപാടിയിലാണ്.
മാധവേട്ടൻ്റെ ആത്മാവിനെ പോലും എന്നിൽ നിന്ന് തട്ടിയെടുക്കാനാണ് നിൻ്റെ ഭാവം. നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ആ കൈ അങ്ങോട്ട് തട്ടി മാറ്റിയിട്ട് മാധവേട്ടനോ അങ്ങനെ നെഞ്ചു തൊട്ട് വിളിക്കാൻ നിങ്ങൾക്കാവുമോ സ്ത്രീയെ എന്ന് ഗീതു ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ദേ, ഞാൻ കണ്ടിട്ട് പോലുമില്ലാത്ത കേട്ടറിവ് മാത്രമുള്ള ആ മനുഷ്യൻ്റെ പേര് ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല. അപ്പോൾ ഗീതു സംസാരം മതിയാക്കുക. അപ്പോൾ ഗീതു പറഞ്ഞു, സംസാരിക്കും ഞാൻ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? വേണം. അതെ, കണ്ണേട്ടൻ്റെ അമ്മയാണെന്നല്ലേ ഇവർ അവകാശപ്പെടുന്നത്. ഇവരുടെ സ്ഥാനത്ത് കണ്ണേട്ടൻ്റെ പെറ്റമ്മയായിരുന്നെങ്കിൽ ഇവർ ചെയ്യുന്ന കൃത്യങ്ങൾ ചെയ്യുമെന്ന് കണ്ണേട്ടന് തോന്നുന്നുണ്ടോ? കണ്ണേട്ടന് തോന്നുന്നുണ്ടോയെന്ന്. എന്തായാലും ഗോവിന്ദ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഗോവിന്ദിന് മറുപടി ഇല്ലാതെ നിൽക്കുന്ന കണ്ടിട്ട് രാധിക ഞെട്ടി കേട്ടോ. വീണ്ടും വിജയലക്ഷ്മി വിളിക്കുക കേട്ടോ. വിജയലക്ഷ്മി ഇങ്ങനെ ഗീതുവിനെ വിളിക്കുകയാണ്. ഫോൺ റിങ് ചെയ്യുന്നത് അവൾ നോക്കി, പക്ഷേ അതങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. ഇവരുടെ സ്ഥാനത്ത് കണ്ണേട്ടൻ്റെ അമ്മ കണ്ണേട്ടൻ്റെ പെറ്റമ്മയായിരുന്നുവെങ്കിൽ, കണ്ണേട്ടൻ്റെ പെറ്റമ്മ വിജയലക്ഷ്മി ആയിരുന്നുവെങ്കിൽ ഇവർ ചെയ്യുന്നത് പോലെയുള്ള അതിക്രമങ്ങൾ ഈ വീട്ടിൽ ചെയ്യുമായിരുന്നോ എന്ന് ഗീതു ചോദിച്ചതും രാധികയും ഞെട്ടി, അതുപോലെ തന്നെ ഗോവിന്ദും ഞെട്ടി. കാരണം ഗീതുവിന് ഈ പെറ്റമ്മ വിജയലക്ഷ്മിയാണെന്ന് തിരിച്ചറിയാമെന്നൊരു അറിവില്ലായിരുന്നു. ഈശ്വര, വിജയലക്ഷ്മി അമ്മയുടെ പേരറിയാതെ നാവിന്ന് വീണും പോയി. എല്ലാവരും കേട്ടു. ഇനി എന്താ ചെയ്യുക എന്നോർത്ത് ഗീതു ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഗോവിന്ദ് എല്ലാവരെയും മാറി മാറി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇത് പുതിയൊരു അറിവായിരുന്നു, വിജയലക്ഷ്മി അമ്മ ഗോവിന്ദിൻ്റെ പെറ്റമ്മയാണെന്ന്. ആ സമയത്താണ് നമ്മുടെ വിജയലക്ഷ്മി ആ വാദക്കിലേക്ക് വരുന്നതും ഇവിടെ എന്തോ സംഭവം ഉണ്ടെന്ന് ഓർത്ത് ഇവർ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും വിജയലക്ഷ്മി ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മി ചിരിക്കണോ, ഇതെന്താ ഇവരുടെ ഈ മുഖത്തെ ഭാവം എന്ന് വിജയലക്ഷ്മിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആ ഒരു സമയത്ത് ഗോവിന്ദ് ഇങ്ങനെ നോക്കുകയാണ് വിജയലക്ഷ്മിയെ ദേഷ്യത്തോടു കൂടിയിട്ട്. നമ്മുടെ വിജയലക്ഷ്മി ഇവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആർക്കും ഒരു എക്സ്പ്രഷനും ഇല്ല കേട്ടോ. ഗീതു പോലും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കണ്ടിട്ട് വിജയലക്ഷ്മി ചിരിക്കാൻ ശ്രമിച്ചിട്ട് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഗോവിന്ദ് വിചാരിക്കുന്നത് ഈ വിജയലക്ഷ്മി അമ്മയാണെന്ന് സത്യമൊക്കെ വിജയലക്ഷ്മി തന്നെയാണ് ഗീതുവിനോട് പറഞ്ഞതെന്നാണ്. ആ ഒരു ദേഷ്യമാണ്. ആഹാ, ഇവളെ പുറത്ത് നിർത്തിയിട്ട് 4 മരം മുറിച്ചതിൻ്റെ പേരിൽ എന്നെ നാടകം കളിച്ചത് എനിക്ക് നീയും കൂടെ ചേർന്നിട്ടാണോ കണ്ണ എന്നും ചോദിച്ചുകൊണ്ട് രാധികാമ്മ ഈ ഗോവിന്ദിന് നേരെ ചാടിത്തുള്ള ഈ വിജയലക്ഷ്മി പുറത്ത് നിർത്തി ഇത്രയൊക്കെ എന്നെ കേൾപ്പിച്ചത് നീയും കൂടെ ചേർന്നിട്ടാണോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോഴേക്ക് വിജയലക്ഷ്മി ഈശ്വരായി അത് പിന്നെ എന്താണെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ രാധിക പറഞ്ഞു, ഇനി എന്ത് വേണമെന്ന് എനിക്കറിയാം ഇനി എന്ത് വേണമെന്ന്. രാധിക അവിടെ നിന്ന് ദേഷ്യത്തോടു കൂടി അങ്ങ് പോവുക. അപ്പോഴേക്കും വരുൺ വന്നിട്ട് ഗോവിന്ദനോട് പറഞ്ഞു, ഏട്ടൻ തടഞ്ഞില്ലെങ്കിൽ ഇപ്പം അമ്മ ബാഗ് എടുത്തോണ്ട് പോകട്ടോ, ഏട്ടൻ ചെന്ന് തടയാനായിട്ട് ഇങ്ങ് പറയുക കേട്ടോ. ഗോവിന്ദ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അയ്യപ്പൻ നായർ ഗോവിന്ദനെ വിളിച്ചിട്ട് മോനെ എന്ന് വിളിച്ചപ്പം ഗോവിന്ദ് തട്ടി മാറ്റി. വിജയലക്ഷ്മി ഗീതുവിനോട് ചോദിച്ചു, എന്താ പ്രശ്നം? എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ രാധികാമ്മ പോയത്? അപ്പം നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ഞാൻ ഗീതുവിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പോൾ ഗീതുവിൻ്റെ ദേഷ്യത്തോടെ നോക്കുകയാണ് നമ്മുടെ ഗോവിന്ദ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. സി യു അഗെയിൻ. താങ്ക് യു.